So now, before we go further, I will tell you something about surrealism, because Neruda has used a lot of surrealistic images in this poem. Surrealism, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റിയാലിറ്റിയും ഇമാജിനേഷനെയും ഒരുമിച്ച് ചേർക്കാനുള്ള ഒരു ആർട്ടിസ്റ്റിക് അറ്റംപ്റ്റ് ആയിരുന്നു. നമ്മളൊക്കെ സ്വപ്നം കാണാറില്ലേ? നമ്മൾ സ്വപ്നം കാണുമ്പോൾ നമ്മൾ അതിൽ കൗതുകകരമായ പലതും കാണും. അതിനെയൊക്കെ പറ്റി പണ്ട് കവികൾ പോയം എഴുതിയിട്ടുണ്ട്. നല്ല മലയാള സിനിമയിൽ ഒരു നല്ല പോയം ഉണ്ട്, പുലർക്കാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായിരുന്നു മാറി എന്ന് പറഞ്ഞു, പണ്ടത്തെ ഒരു പടത്തിൽ. അതായത് യു ക്യാൻ ബിക്കം എ ബട്ടർഫ്ലൈ ഓൺലി ഇൻ യുവർ ഡ്രീം. വെൻ യു വേക്ക് അപ്പ് യു ആർ ബാക്ക് ടു ദ നോർമൽ ഓർഡിനറി ഹ്യൂമൻ ബീയിങ്. സോ ആ അൺകോൺഷ്യസ് മൈൻഡും ഉറങ്ങുമ്പോൾ പ്രവർത്തിക്കുന്ന അൺകോൺഷ്യസ് മൈൻഡും കോൺഷ്യസ് മൈൻഡും എപ്പോഴും ഒരു വിരോധാഭാസത്തിലാണ് ഇരിക്കുന്നത്, കോൺട്രഡിക്ഷൻ ആണ്. പക്ഷെ ആ രണ്ടിനെയും ചേർത്ത് വെച്ച് അൺറിയൽ ആയിട്ടുള്ള ഇമേജസിനെ, റിയൽ ആൻഡ് അൺറിയൽ ആയിട്ടുള്ള ഇമേജസിനെ ചേർത്ത് വെച്ചിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു എഫേർട്ടിനെയാണ് സർറിയലിസം എന്ന് പറയുന്നത്. ഫസ്റ്റ് ഇറ്റ് കെയിം ഇൻ പെയിന്റിംഗ്, ദെൻ ഇറ്റ് വാസ് അഡാപ്റ്റഡ് ടു ലിറ്ററേച്ചർ ഓൾസോ. അപ്പോ അവിടെ the aim of surrealists is to create something strange, something that has not been created before, but still something that will linger in our minds. അങ്ങനെ മനസ്സിലാവും, പക്ഷെ നമുക്ക് സ്ട്രേഞ്ച് ആയിട്ട് തോന്നും. അതായത് അതിനൊരു ഡ്രീം ലൈക്ക് ക്വാളിറ്റി ഉണ്ട്. സർറിയലിസ്റ്റിക് പെയിന്റിങ്സിനാവട്ടെ നോവൽസിനാവട്ടെ ഒരു ഡ്രീം ലൈക്ക് ക്വാളിറ്റി ഉണ്ട്. നോക്കൂ, look at some of this. I have taken these from the internet. You can see them if you type surrealist images. ഇതിലും നല്ല കളക്ഷൻ. ഞാൻ അതിന് 2-3 എടുത്തൂന്നേ ഉള്ളൂ. കണ്ടോ, have a look at these images. It is not easy to explain, but it creates an impression in your mind. അതിനെയാണ് നമ്മൾ സർറിയലിസം എന്ന് പറയുന്നത്. അടുത്ത ഇമേജ് കണ്ടോ, see this image. ഇത് നമ്മൾ സ്വപ്നത്തിലൊക്കെ ചിലപ്പോൾ കണ്ടെന്ന് വരും. There is a man there, there is a woman there, there is a bison there, there is a boy staring at them. അങ്ങനെ ഇത്തരം ഇമേജസിനെയാണ് കണ്ടോ, ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ബന്ധമില്ലാത്ത ഇമേജസിനെ ജക്സ്റ്റാപോസ് ചെയ്തിരിക്കുകയാണ് ചെയ്യണേ. അടുത്ത സ്ലൈഡിലും അങ്ങനെ ഒരു ഇമേജ് ആണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഇറ്റ്സ് ദ ഡ്രീം ഓഫ് എ ഗേൾ. സീ ദ ഗേൾസ് ഡ്രീം. She has a winged chariot to take her to Alice Wonderland. Maybe there are balloons, parachutes there in the sky. She eats a sweet. Look at her hair. Her hair is extended to form a dream chariot. Isn't it beautiful? അപ്പോ ഇത്തരം ഇമേജസിനെയാണ് സർറിയലിസ്റ്റ് ഇമേജസ് എന്ന് പറയാ. അപ്പൊ ഇത്തരം ഇമേജസ് ആണ് ഇവിടെ നെറുദ ഉപയോഗിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുക ആരെങ്കിലും എഴുത്തിനെ കുക്കറി ആയിട്ട് കമ്പയർ ചെയ്യും. നോക്കൂ, കുക്കറി ഉണ്ട് അവിടെ. അപ്പോഴേക്കും നമ്മൾ കുക്കറിയിൽ കംഫർട്ടബിൾ ആയപ്പോഴേക്കും അങ്ങേര് നമ്മളെ കേവ്സിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി, ഐസ് ഉള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോയി, ഷിപ്രക്കിന്റെ അവിടേക്ക് കൊണ്ടുപോയി. അങ്ങനെ പല 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 ഡിഫറെന്റ് ഇമേജസിനെ ചേർത്തിട്ടാണ് അദ്ദേഹം ഈ വാക്കുകളോടുള്ള സ്നേഹം അദ്ദേഹം ഇവിടെ എക്സ്പ്രസ് ചെയ്യുന്നത്. So we will come back to the poem. Next slide. This is a very important line. Everything exists in the word. An idea goes through a complete change because one word shifted its place or because another settled down like a spoiled little thing inside a phrase that was not expecting her but obeys her. They have shadow, transparence, weighty feathers, hair, and everything they gathered from so much rolling down the river, from so much wandering from country to country, from being rooted so long. They are very ancient and very new. They live in the beer, hidden away, and in the budding flower. What a great language I have. So, ഇതിൽ ഇദ്ദേഹം പറയുന്നത് everything exists in the word എന്നാണ്. എല്ലാം വാക്കിൽ നിലനിൽക്കുന്നു. ബൈബിളിൽ ആദിയിൽ വചനമുണ്ടായി, വചനം രൂപമായി എന്ന് പറയുന്നില്ലേ? അതായത് വചനമാണ് ഗോഡിന്റെ മാനിഫെസ്റ്റേഷൻ ആയിട്ട് പറയുന്നത്. അതേപോലെ തന്നെ ഗ്രീക്ക് കൾച്ചറിലും ഗോഡസ് അഥീന, റോമനിലെ മിനർവ, ഇന്ത്യയിലെ സരസ്വതി, ഇവരെയൊക്കെ ഗോഡസസ് ഓഫ് നോളജ് ആൻഡ് വിസ്ഡം ആണ് പറയുന്നത്. അതായത് ഇറ്റ് ഈസ് നോളജ് ദാറ്റ് എംപവേർഡ് മാൻ ടു ബി ഡിഫറെന്റ് ഫ്രം ആനിമൽസ് ആൻഡ് become so civilized as we are now. And what is the base of this human civilization? ഭാഷ ഉപയോഗിക്കാനുള്ള കഴിവാണ് പ്രധാനമായിട്ടും ഹ്യൂമൻ സിവിലൈസേഷന്റെ അടിത്തറ. അതുകൊണ്ട് തന്നെ നെരുദ emphasizes that everything exists in the word. And he says, ഒരൊറ്റ
ഒരു ഫ്രേസിൽ ഒരൊറ്റ വാക്ക് മാറിയത് കൊണ്ട് വലിയ അത്ഭുതങ്ങൾ സംഭവിക്കാൻ പറ്റും. അതായത് അതും ദ പോയറ്റ് സേസ് ദാറ്റ് അത് പോയറ്റ് ചെയ്യുന്നതല്ല, ചിലപ്പോ അബദ്ധം പറ്റുന്നതായിരിക്കും. An idea goes through a complete change because one word shifted its place or because another settled down like a spoiled little thing inside a phrase. അനുസരണയില്ലാത്ത ഒരു കുട്ടി മുതിർന്നവർ സംസാരിക്കുമ്പോൾ അവിടെ പോയി ചാടിക്കേറി ഇരിക്കുന്ന പോലെ ചില വാക്കുകൾ കുസൃതി കാണിച്ച് അവരുടെ സ്ഥാനം തെറ്റി വേറെ സ്ഥാനത്ത് പോയി ഇരിക്കും. അപ്പോൾ ഫ്രേസിന് എന്ത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ? ഒരു കുറുമ്പൻ കുട്ടിയുടെ മുമ്പിൽ മുതിർന്നവർ നിസ്സഹായരാകുന്ന പോലെ ആ കുട്ടിയെ obey ചെയ്ത phrase will be forced to accommodate that word, and what will happen? The phrase will undergo a complete transformation. അങ്ങനെ ആ വാക്ക് ആ ഫ്രേസിന്റെ ലെവല് തന്നെ മാറിപ്പോവും. അത്ര ശക്തി വാക്കുകൾക്ക് ഉണ്ട്. ആൻഡ് ദെൻ ഹി സേസ്, ഈ വേർഡ്സ്, ഈ വാക്കുകൾ കാലാന്തരങ്ങളോളം സഞ്ചരിച്ചവയാണ് വാക്കുകൾ. ഭാഷ സഞ്ചരിച്ച അത്രയും പഴക്കം വാക്കുകൾക്കുമുണ്ട്. ആൻഡ് ആസ് ദേ ട്രാവൽഡ് ത്രൂ ദ റിവർ എന്ന് അവിടെ പറയുന്നത്, റോളിംഗ് ഡൗൺ ദ റിവർ മീൻസ് ലൈഫ്, അല്ലെങ്കിൽ സിവിലൈസേഷൻ, അല്ലെങ്കിൽ കൾച്ചർ, ഏതർത്ഥം വേണമെങ്കിലും നമുക്ക് എടുക്കാം. സംസ്കാരത്തിലൂടെയും കാലത്തിലൂടെയും ചരിത്രത്തിലൂടെയും ജീവിതത്തിലൂടെയും ഒഴുകി ഒഴുകി ഈ വാക്കുകൾ എന്തൊക്കെ നേടി? They have acquired shadow, പല ഫീച്ചേഴ്സ്. ഷാഡോ എന്ന് പറഞ്ഞാൽ എന്താ? ഹിഡൻ മീനിങ്, സജസ്റ്റീവ് മീനിങ്, ട്രാൻസ്പെറൻസി. ചില വേർഡ്സ് വളരെ ട്രാൻസ്പെറന്റ്, അതിന് വേറെ അർത്ഥമൊന്നുമില്ല. വെയ്റ്റി ഫെദേഴ്സ്, യൂഷ്വലി ഫെദേഴ്സ് ആർ ലൈറ്റ്, പക്ഷെ ഫെദേഴ്സ് വെറ്റ് ആയാലാണ് അതിന് കനം വരിക. അതേപോലെ അർത്ഥം ആർജിച്ച് ചില വാക്കുകൾ വെയിറ്റ് കൈവരുന്നു. ആൻഡ് ഹെയർ എന്ന് പറയുന്നു. അഗെയിൻ another surrealistic image, word with hair. അതായത് ഈ കാലങ്ങളിലൂടെ സഞ്ചരിച്ച വാക്കുകളിൽ അർത്ഥമാറ്റവും കൂടുതൽ അർത്ഥങ്ങളും അതിന് കുറേ അധികം ട്രാൻസ്ഫോർമേഷൻ വരുന്നു. ഫ്രം വാണ്ടറിങ് ഫ്രം കൺട്രി ടു കൺട്രി, ഫ്രം ബീയിങ് റൂട്ട് സോ ലോങ്. ഇംഗ്ലീഷ് സ്റ്റുഡൻസിന് അറിയാം ഈ ഹിസ്റ്ററി ഓഫ് ലാംഗ്വേജും എവല്യൂഷൻ ഓഫ് ലാംഗ്വേജിലൊക്കെ ഓരോ വാക്കുകൾക്ക് വന്ന അർത്ഥമാറ്റം. ഞാനിതിൽ ജസ്റ്റ് 2 എക്സാമ്പിൾസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഒന്ന് ക്വാറന്റൈൻ, ഇന്നത്തെ വെരി കോമൺ ആയിട്ടുള്ള വാക്ക്. ഇറ്റ് വാസ് ദെയർ ഇൻ ദ 14th century. അന്ന് ഈ പ്ലേഗിന്റെ കാലാണ്. സോ ഈ കപ്പലുകള് തീരത്തേക്ക് വരുമ്പോ ഇറ്റ് വാസ് നോട്ട് അലൗഡ് ടു ബി ആങ്കേർഡ് ഇൻ ദ ഷോർ ഫോർ 14 days to make it sure that the passengers don't have plague. After that the ship was disinfected and the people were only after that they were allowed to enter the new country. So that was the meaning of quarantine. ഇന്ന് അതേ അർത്ഥത്തിൽ, പക്ഷെ ഇന്ന് അവിടെ കപ്പലേ ഇല്ല. ഇന്ന് ആ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ആ ക്വാറന്റൈന് വേറൊരു മീനിങ് വന്നിരിക്കുകയാണ്. സിമിലർലി വൈഫ് എന്ന് പറഞ്ഞ 17th century വരെ ഭാര്യ എന്നല്ല അർത്ഥം, വുമൺ എന്നേ അർത്ഥമുള്ളൂ. അതാണ് ഷേക്സ്പിയറിന്റെ പ്ലേ ദ മെറി വൈഫ്സ് ഓഫ് വിൻസർ എന്നുള്ള ഒരു പ്ലേ ഉണ്ട്. ദ മെറി വൈഫ്സ് ഓഫ് വിൻസർ. അവിടെ വിൻസറിന്റെ സന്തോഷമുള്ള ഭാര്യമാർ എന്നല്ല അർത്ഥം, മെറി ആയിട്ടുള്ള സ്ത്രീകൾ, വിൻസറിലെ മെറി ആയിട്ടുള്ള സ്ത്രീകൾ എന്നേ അർത്ഥമുള്ളൂ. അതിന് പിന്നീടാണ് ഭാര്യ എന്നുള്ള അർത്ഥം വന്നത്. 17th century കഴിഞ്ഞിട്ടാണ് ആ ഒരു അർത്ഥം വന്നത്. അങ്ങനെ പല വാക്കുകൾക്കും, അത് നമ്മൾ ഈ നമ്മുടെ തമിഴിൽ നിന്ന് മലയാളത്തിലേക്ക് വന്ന വാക്കുകൾ, മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് പോയ വാക്കുകൾ, അങ്ങനെ പലതിലും നമുക്ക് ഈ ട്രാൻസ്ഫോർമേഷൻ കാണാൻ പറ്റും. കാലാന്തരത്തിൽ വന്ന മാറ്റം, അർത്ഥത്തിൽ വന്ന മാറ്റം. അങ്ങനെ കാലങ്ങളോളം സഞ്ചരിച്ച ഈ വാക്കുകൾ പല പല ഫീച്ചേഴ്സ് അക്വയർ ചെയ്തിട്ടാണ് സഞ്ചരിക്കുന്നത്. They have been wandering from country to country, being root so long. കുറെ കാലം അത് വെറും റൂട്ട് രൂപത്തിലിരിക്കും. പിന്നെയാണ് അത് തഴച്ച് പല 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 അർത്ഥങ്ങളും പല വാക്കുകളുമായിട്ട് മാറുന്നത്. They are very ancient and very new. അവ പഴക്കം ചെന്ന വാക്ക്. ഇപ്പൊ ക്വാറന്റൈൻ 14th century ആണ്, എന്നാൽ അതൊരു ഇപ്പൊ ആൾക്കാരോട് ചോദിച്ചു, ഇപ്പൊ ഒരു പുതിയ വാക്ക് വന്നിട്ടുണ്ടല്ലോ ക്വാറന്റൈൻ, but it is not a new word, it was there in the 14th century. So they are both ancient as well as new. They live in the beer. Beer is പുറത്തെ രാജ്യങ്ങളിൽ ഈ ശവപ്പെട്ടി വെക്കുന്ന ഒരു ഫ്രെയിം ഉണ്ട്. ആ ഫ്രെയിമിനെയാണ് ബിയർ എന്ന് പറയുന്നത്. അതായത് അവിടെ ഡെത്ത് എന്നുള്ള അർത്ഥമാണ്. വേർഡ്സ് ലിവ് ഇൻ ഡെത്ത്, ഹിഡൻ അവേ ആൻഡ് ഇൻ ദ ബഡിങ് ഫ്ലവർ. കണ്ടോ, ബിയറും ബഡിങ് ഫ്ലവറും. ബിയർ ഡെത്ത്, ബഡിങ് ഫ്ലവർ ബർത്ത്. സോ ജനനത്തിലും മരണത്തിലും അവ നിലനിൽക്കുന്നു. What a great language I have.
What a great language I have. ഇവിടെയാണ് he starts narrating the history of the Spanish conquest of Latin America. ഇപ്പോ when a person writes an autobiography, the autobiography will depend on his experiences. ഇപ്പോ സാധാരണ ഒരു ആളാണ് എഴുതണമെങ്കിൽ അയാൾ അയാളുടെ നാട്ടിലെ കാര്യങ്ങളും അയാളുടെ വീട്ടിലെ കാര്യങ്ങളും പറയും. But because Neruda was deeply associated with the things happening around him, he was a politician, he was a philosopher, he was a poet. He is also part of history, so he has included historical elements also. അപ്പൊ ഇതിലാണ് അദ്ദേഹത്തിന്റെ രാജ്യത്തിന്റെ ഒരു ഹിസ്റ്ററി നറേറ്റ് ചെയ്യാണ്. What a great language I have. It's a fine language we inherited from the fierce conquistadors. They strode over the giant Cordilleras, over the rugged Americas, hunting for potatoes, sausages, beans, black tobacco, gold, corn, fried eggs, with a voracious appetite not found in the world since then. They swallowed up everything: religions, pyramids, tribes, idolatries, just like the ones they brought along in their huge sacks. Wherever they went, they razed the land. But words fell like pebbles out of the boots of the barbarians, out of their beards, their helmets, their horseshoes. Luminous words that were left glittering here. Our language. We came up losers. We came up winners. They carried off the gold and left us the gold. They carried everything off and left us everything. They left us the words. So, he says, what a fine language I have. Spanish language ne പറ്റിയിട്ടാണ് പറയുന്നത്. ഈ കോൺക്വിസ്റ്റാഡർ ഒരു സ്പാനിഷ് വാക്കാണ്. കോൺകറർ എന്നുള്ളതിന്റെ സ്പാനിഷ് വാക്കാണ്. അതായത് മെക്സിക്കോയിലും പെറുവിലും നടന്ന സ്പാനിഷ് കോൺക്വസ്റ്റ് ഇൻ ദ 16th century ആണ് ഇദ്ദേഹം ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. അവര് ലാറ്റിൻ അമേരിക്കയിൽ എൻ്റർ ചെയ്തത് ഇദ്ദേഹം ഹിസ്റ്ററി ഇമാജിൻ ചെയ്യാണ്. ഓഫ് കോഴ്സ് ഹി വാസ് നോട്ട് ദെയർ ദെൻ, സോ ഹി ഈസ് ഇമാജിനിങ് അവരെങ്ങനെ വന്നു. They strode over the giant Cordilleras. മലനിരകൾ, Cordilleras മലനിരകൾ കടന്ന് over the rugged Americas. അമേരിക്കാസ് എന്ന് പറഞ്ഞാൽ ആ അമേരിക്കൻ കൺട്രീസ്, നോർത്ത് അമേരിക്ക, സെൻട്രൽ അമേരിക്ക, അങ്ങനെ അതാണ് അമേരിക്കാസ് എന്ന് പറയുന്നത്. അങ്ങനെ ലാറ്റിൻ അമേരിക്കയിലേക്ക് വന്നു. റഗ്ഡ് എന്ന് പറഞ്ഞാൽ റോക്ക്. ഇന്നത്തെ അമേരിക്കയല്ല, സിറ്റി ഒന്നും ആയിട്ടില്ല. പാറയും കല്ലുകളും നിറഞ്ഞ അമേരിക്കകൾ താണ്ടി അവർ സ്പാനിഷ്കാർ വന്നു ഞങ്ങളുടെ നാട്ടിലേക്ക്. എന്തിനു വന്നു? ഹണ്ടിങ് ഫോർ, ഫുഡിനും മണിക്കും വേണ്ടി വന്നു. പൊട്ടേറ്റോസ്, സോസേജസ്, ബീൻസ്, ബ്ലാക്ക് ടൊബാക്കോ എന്നൊക്കെ പറഞ്ഞ ബ്ലാക്ക് ടൊബാക്കോ അതിലിങ്ങനെ ഇത് കമേഴ്ഷ്യൽ ഇതുണ്ട്. ബിസിനസിന് വേണ്ടിയും ഭക്ഷണത്തിന് വേണ്ടിയും ഗോൾഡ് വെൽത്തിന് വേണ്ടിയും ഒക്കെ വന്നു. എങ്ങനെ വന്നു? വിത്ത് എ വൊറേഷ്യസ് ആപ്പറ്റൈറ്റ് നോട്ട് ഫൗണ്ട് ഇൻ ദ വേൾഡ് സിൻസ് ദെൻ. കൊള്ളക്കാരന്റെ ആർത്തി കൊണ്ടുവന്നു. ഈ വേറൊരു രാജ്യം കോൺകർ ചെയ്യാൻ പോകുന്നവരൊക്കെ എന്തിനാണ് പോണത്? പ്രധാനമായും ആർത്തി കൊണ്ട് തന്നെയാണ് പോകുന്നത്. അപ്പൊ ഇവിടെ വൊറേഷ്യസ് അപ്പറ്റൈറ്റ്, വൊറേഷ്യസ് എന്നൊരു വാക്ക് നമ്മൾ റീഡറിനും ഉപയോഗിക്കും, ഈറ്ററിനും ഉപയോഗിക്കും കേട്ടോ. ആർത്തി പിടിച്ച് വായിക്കുന്ന ആൾ, ആർത്തി പിടിച്ച് തിന്നുന്ന ആൾ, അങ്ങനെ ഒരു അഡ്ജക്റ്റീവ് ആണ് ഇംഗ്ലീഷിൽ വൊറേഷ്യസ്. സോ ദേ കെയിം വിത്ത് എ വൊറേഷ്യസ് അപ്പറ്റൈറ്റ്, അപാര വിശപ്പ്. ഇവിടെ ഈ അപ്പറ്റൈറ്റ് പറയുമ്പോൾ നമ്മൾ കണ്ടു തുടക്കത്തിൽ നെറുദ ഓൾസോ സ്പീക്സ് അബൌട്ട് ഹങ്കർ ഇമേജസ് ഉപയോഗിക്കുന്നുണ്ട്. ഗൾപ്പ് ഡൗണും സ്വോളവും അങ്ങനെയൊക്കെ ഇല്ലേ, ഐ ബൈറ്റ് ഇറ്റ് ഡൗൺ, ഐ മെൽറ്റ് ഡൗൺ. പക്ഷെ അവിടെ ഇറ്റ് ഇസ് എ ഹങ്കർ ഫോർ നോളജ് ഓർ ഹങ്കർ ഫോർ വേർഡ്സ്. ബട്ട് ഹിയർ ദ കോൺക്വിസ്റ്റേഡേഴ്സിന് എന്ത് ഹങ്കർ ആണ്? ഇറ്റ് ഇസ് എ ഹങ്കർ ഫോർ മണി ആൻഡ് വെൽത്ത്. ഇവിടെ ഗ്രീഡ് ആണ്, അവിടെ പാഷൻ ഫോർ നോളജ് ആണ്, ഇവിടെ ഗ്രീഡ് ഫോർ മെറ്റീരിയൽ റിസോഴ്സസ് ആണ്, ഗ്രീഡ് ഫോർ മണി ആണ്. അപ്പോൾ ഇദ്ദേഹം പറയാണ് ഇത്രയും കാലം ലോകത്ത് കാണാത്ത ആർത്തി കൊണ്ട് ഈ സ്പാനിഷുകാർ വന്നു. ദേ swallowed up everything. ഞാൻ ഇങ്ങനെ ഒരു നേരത്തെ swallow ചെയ്തു കേട്ടോ, പക്ഷെ അത് മണിയല്ല, വേർഡ്സ് ആണ്. ബട്ട് ഹിയർ ദ സ്പാനിഷ് കോൺക്വിസ്റ്റാഡേഴ്സ് swallowed up everything. റിലീജിയൻസ് എന്ന് പറഞ്ഞ ബിലീഫ് സിസ്റ്റംസ്, മതങ്ങൾ, വിശ്വാസങ്ങളൊക്കെയാണ് റിലീജിയൻസ് എന്ന് പറയുന്നത്. പിരമിഡ്സ് എന്ന് പറയുന്നത് ശവകുടീരങ്ങളാണെങ്കിലും അവിടെ ആചാരാനുഷ്ഠാനങ്ങളെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ട്രൈബ്സ് എന്ന് പറഞ്ഞാൽ ഗോത്രങ്ങൾ. ഐഡലേറ്ററീസ്, ഐഡൽ വർഷിപ്പ്, അഗെയിൻ കസ്റ്റംസ് ആൻഡ് റിച്വൽസ്. അതായത് ദേ ഡിസ്ട്രോയിഡ് ദ നേറ്റീവ് കൾച്ചർ ഓഫ് ലാറ്റിൻ അമേരിക്ക. ഒരു കോൺക്വസ്റ്റ് നടത്തുമ്പോൾ അവർ മെറ്റീരിയൽ ഇത് മാത്രമല്ലല്ലോ ചെയ്യുന്നത്, കൾച്ചറൽ ആയിട്ടുള്ള ഇൻവേഷൻ കൂടിയല്ല. ഇവിടുത്തെ കൾച്ചറൽ ഇൻവേഷൻ ആണ് ഇവിടെ സൂചിപ്പിക്കുന്നത്, സാംസ്കാരികമായി നശിപ്പിക്കുക.
നശിപ്പിക്കുക. മതങ്ങളും വിശ്വാസങ്ങളും ഗോത്ര സംസ്കാരങ്ങളും എല്ലാം നശിപ്പിച്ച് അവർ ഹ്യൂജ് സാക്സിൽ കൊണ്ടുവന്ന അവരുടെ ഐഡലേട്രീസിനെ, അതായത് ഐഡൽസ് പോലെ ഞങ്ങൾക്കും ഐഡൽസ് ഉണ്ടായിരുന്നു. But they refused to admit that and they destroyed our culture. Wherever they went, they razed the land. എവിടെയൊക്കെ അവര് പോയോ അവര് റേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്ലേഡ് റേസർ വെച്ച് മുറിക്കണ പോലെ പരിശാക്കി എന്ന് പറയില്ലേ, അതായത് ഒരു പുൽനാമ്പ് പോലും ബാക്കി വെക്കാതെ അങ്ങനെ അങ്ങട് എടുത്തു നശിപ്പിച്ചു എന്നാണ് പറയുന്നത്. ഇംപീരിയലിസം ആണ് അവിടെ പറയുന്നത്. ബട്ട് words fell like pebbles out of the boots of the barbarians. പക്ഷേ ആ ബാർബേറിയൻസിന്റെ കാടന്മാരുടെ, സംസ്കാരമില്ലാത്തവരുടെ ബൂട്ട്സ് എന്ന് പറഞ്ഞാൽ ലോങ് ഷൂസ്, കാലിലിടുന്ന ലോങ് ഷൂ, ബൂട്ട്സിൽ നിന്ന് എന്ത് വീണു? വേർഡ്സ് ഫെൽ ലൈക്ക് പെബിൾസ്, കൊച്ചു ഉരുളങ്കല്ലുകൾ പോലെ അവരറിയാതെ അവരുടെ കയ്യിൽ നിന്ന് വേർഡ്സ് വീണു. ബൂട്ട്സ് നിന്ന് വീണു, ബിയേർഡ്സ് താടിയിൽ നിന്ന് വീണു, അവരുടെ ഹെൽമെറ്റ് അഗെയിൻ. ഹെൽമെറ്റ് ഇന്ന് നമുക്ക് ടൂ വീലർ ഉപയോഗിക്കുന്നതാണ്. ബട്ട് ആക്ച്വലി ഇറ്റ് കെയിം ഫ്രം ദ വാർ. ഈ യുദ്ധസമയത്ത് ഈ വെടിയുണ്ട കൊള്ളാതിരിക്കാൻ വെച്ചിരുന്നതാണ് ഹെൽമെറ്റ്സ് എന്ന് വീണു. ഹോഴ്സ് ഷൂസ്, കുതിരയുടെ ലാടത്തുനിന്ന് ഹോഴ്സ് ഷൂസ് എന്ന് വീണു. എന്ത് വീണു? ലൂമിനസ് വേർഡ്സ്. സി, ലൂമിനസ് മീൻസ് ഷൈനിങ്. ദാറ്റ് were left glittering here. അത് ഇവർ ഈ ഞങ്ങളുടെ സ്വത്തും പണമൊക്കെ കൊണ്ടുപോയ ശേഷവും those luminous words that fell like pebbles lay shining on our land. ഞങ്ങളുടെ ലാൻഡിൽ അവ മുത്തുപോലെ തിളങ്ങി എന്നാണ് പറയുന്നത്. We came up losers. Left glittering here. Our language. ഭാഷ മാത്രമുണ്ടല്ലോ, നമ്മളിപ്പോ ആരുടെയും സ്വന്തമല്ല ഭാഷ. മനസ്സിലായോ? ഈവൻ ഇന്ന് പുഴയും ലാൻഡും ഒക്കെ നമ്മൾ ഓരോരുത്തരുടെ സ്വന്തം ഓണർഷിപ്പ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഭാഷ മാത്രം ഉപയോഗിക്കുന്നവന്റെയാണ് ഭാഷ. ഇമാജിൻ യു ഗെറ്റ് എ ജോബ് ഇൻ തമിഴ്നാട്, യു ഗോ there, you settle there for 30 years and you start speaking Tamil. If a Tamilian comes and tells you you should not speak Tamil, it is our language എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയാ? ഞാൻ ഇത്രയും കാലം ഉപയോഗിച്ചതാണ് എന്റെ ഭാഷ. ഭാഷ അങ്ങനെയാണ്, ഉപയോഗിക്കുന്ന ആളുടെ സ്വന്തമായി മാറും. അങ്ങനെ ഇവരുടെ താടിയിൽ നിന്നും ഷൂസിൽ നിന്നും വീണ ഭാഷ എന്തായി മാറി? Words left glittering here, it became our language എന്നാണ് നെറുദ പറയുന്നത്. We came up losers, we came up winners. ഒരു തരത്തിൽ ഞങ്ങൾ losers ആണ്. We lost our money, we lost our culture, we lost our food resources, we lost everything. But we came up winners. പക്ഷെ മറ്റൊരു തരത്തിൽ ഞങ്ങൾ winners ആണ്. എന്താ കാരണം? We got language. They carried off the gold and left us the gold. Underline the line. This line is always asked in exams to explain this line. Explain the line. They carried off the gold and left us the gold എന്ന് പറയും. Our first gold refers to the material resources. The second gold refers to language. They carried off the gold. അതായത് മാർക്കറ്റിൽ വില കിട്ടുന്ന സ്വർണം അവർ കൊണ്ടുപോയി. ആൻഡ് ലെഫ്റ്റ് us the gold. അറിവും സന്തോഷവും തരുന്ന ഭാഷ, ആ ഗോൾഡ് ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്കായി അറിയാതെ, മനഃപൂർവ്വം ദാനം ചെയ്തതൊന്നുമല്ല, അറിയാതെ ഉപേക്ഷിച്ച് അവർ പോയി. They carried everything off and left us everything. ഞങ്ങളുടെ എല്ലാം അവർ കൊണ്ടുപോയി, എന്നാൽ ഞങ്ങൾക്ക് എല്ലാം തന്നിട്ട് പോയി. They left us the words. See how positively the poet describes invasion. ഇതൊരു ട്രോമ നെറേറ്റീവ് പോലെയല്ല പറയുന്നത്. ഞങ്ങളുടെ രാജ്യം അവർ നശിപ്പിച്ചു, ഞങ്ങളുടെ സാധനങ്ങൾ എടുത്തു എന്നല്ല പറയുന്നത്. അവരുടെ കയ്യിൽ നിന്ന് ഞങ്ങൾക്ക് ഗോൾഡ് കിട്ടി, അതായത് ഭാഷ കിട്ടി എന്നാണ് പറയുന്നത്. So Neruda considers language as the base of human civilization and culture, and words as the raw material of language. And so words and language are more important than material resources like gold, money and even culture എന്നാണ് പറയുന്നത്. കാരണം ഭാഷ കിട്ടിയാൽ സംസ്കാരം ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടൊന്നും
illa. So you can relate it to how the English language came to India. Today we are holding an online class in English. We are able to appreciate the language, we are able to speak and understand. Because we understand it, we are able to read a variety of literature, not only in our country or our language but also in the English language. അങ്ങനെ നമ്മുടെ എക്സ്പോഷർ കൂടുകയാണ്. അപ്പൊ ആ ഒരു സെൻസിലാണ് അദ്ദേഹം ഈ ഭാഗം പറയുന്നത്. I believe that this is the most beautiful part of this poem. We came up losers, we came up winners. They carried off the gold and left us the gold. They carried everything off and left us everything. They left us the words. So this is how Neruda pays tribute to words and language. And he says that words and language are more important than anything else in the world. And that is why he has been bowing to words, and he has been following words like a stalker, and he has been gulping them down greedily, because it is language that makes a poet. For a poet, language and words, it is more important than the wealth or money. So like a sage, Neruda observes the beauty of words. He doesn't think that it is his greatness that makes great poetry. He just says he is a humble slave of words. He uses them, he chases them, he makes use, he catches hold of words and puts them in his poetry. അങ്ങനെ അദ്ദേഹം ഒരു തേർഡ് പേഴ്സൺ പെർസ്പെക്റ്റീവ് ഒരു സർറിയലിസ്റ്റിക് ഇമേജസ് ഉപയോഗിച്ചിട്ട് അദ്ദേഹം പോയട്രിയുടെ ക്രിയേഷനെ ആദ്യത്തെ സെക്ഷനിൽ രസകരമായി പ്രസന്റ് ചെയ്യുകയും രണ്ടാമത്തെ സെഷനിൽ അദ്ദേഹത്തിന്റെ ലാറ്റിൻ അമേരിക്കൻ ഹിസ്റ്ററി പറഞ്ഞ് എങ്ങനെ സ്പാനിഷ് ഭാഷ ഇവരുടെ സ്വന്തം ഭാഷയായി മാറി എന്ന് ഒരു കോൺക്വസ്റ്റിന്റെ സെറ്റിംഗിൽ വളരെ പോസിറ്റീവ് ആയിട്ടാണ് നെരൂദ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്.